ഓപ്പറേഷൻ സിന്ദൂറിൽ ലോക്സഭയിലും രാജ്യസഭയിലും നീണ്ട 16 മണിക്കൂർ വീതം നടന്ന ചർച്ചയ്ക്ക് ശേഷം ഇന്നു മുതൽ സഭാ നടപടികൾ മുൻനിശ്ചയിച്ച പ്രകാരം സാധാരണ നിലയിൽ തുടരും. അതേസമയം ഛത്തീസ്ഗഡ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ്, ബീഹാർ വോട്ടർ പട്ടിക വിഷയം തുടങ്ങിയവ ഉന്നയിച്ച് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാകും പ്രതിപക്ഷത്തിന്റെ നീക്കം. ഇന്നലെ രാജ്യസഭയിൽ മറുപടി പ്രസംഗം നടത്തിയ കേന്ദ്രമന്ത്രി അമിത്ഷാ അതിരൂക്ഷ വിമർശനങ്ങളാണ് കോൺഗ്രസിനെതിരെ ഉയർത്തിയത്. വിവരങ്ങളുമായി നന്ദഗോപൻ ഒപ്പിച്ചേരുന്നു. നന്ദഗോപൻ, നെഹ്റു മോശമാക്കിയതൊക്കെ നന്നാക്കുന്നു നരേന്ദ്രമോദി, ആ ഒരു വാക്കിൽ തന്നെ എല്ലാമുണ്ട് അമിത്ഷായുടെ മറുപടിയിൽ. ഇന്ന് ഭരണപക്ഷത്തിന്റെ നീക്കം അതാണല്ലോ ആദ്യം അറിയേണ്ടത്. കൃഷ്ണ, ഇന്ന് ഏറ്റവും പ്രധാനം ആദായ നികുതി സംബന്ധിച്ച്, അതിൻ്റെ സ്ലാബ് സംബന്ധിച്ച ഒരു ബില്ല് ഇന്നിപ്പോൾ സഭയിൽ വരുന്നു എന്നുള്ളതാണ് പ്രധാനം. അതായത് ആദായ നികുതി സ്ലാബ് മാറ്റം, അതേപോലെ തന്നെ ആദായ നികുതി ഉദ്യോഗസ്ഥർക്ക് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് അത് കണ്ടെത്താൻ ഉതകുന്ന രീതിയിൽ കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് നടപടികൾ ശക്തമാക്കുവാൻ കൂടുതൽ അധികാരം നൽകുന്ന ബില്ലാണ് ഇന്നിപ്പോൾ സഭയിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുക. അതിനൊപ്പം തന്നെ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം നീട്ടുവാനുള്ള പ്രമേയവും ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ സഭയിൽ അവതരിപ്പിക്കും. അതേസമയം തന്നെ സഭ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് പ്രതിപക്ഷ നീക്കം. ഇന്നിപ്പോൾ രാവിലെ ND മുന്നണി യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട പ്രധാന തീരുമാനമെടുക്കുക. പ്രധാനമായും ബീഹാർ വോട്ടർ പട്ടിക വിവാദം, ഒപ്പം തന്നെ കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സംഭവം എന്നിവ ഉയർത്തിയായിരിക്കും പ്രതിപക്ഷം സഭ സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. സഭാ സമ്മേളനം തുടങ്ങി ഇന്നിപ്പോൾ 11ാം ദിവസമാണ്. ഈ കഴിഞ്ഞ 11 ദിവസവും സഭ വളരെ പ്രക്ഷുബ്ധമായി തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് ആദ്യ ദിനങ്ങളിൽ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സഭയിൽ നേരത്തെ നിശ്ചയിച്ചിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ സഭ പിരിയേണ്ട സാഹചര്യം പോലും ഉണ്ടായി. അതിനുശേഷം ഈ കഴിഞ്ഞ 2 ദിവസം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച് ചർച്ചയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു പ്രതിപക്ഷം ഭരണപക്ഷവുമായി സഹകരിച്ച് സഭാ നടപടികളുമായി സഹകരിച്ച് മുന്നോട്ട് പോയത്. അതേസമയം കഴിഞ്ഞ 16 മണിക്കൂർ രാജ്യസഭയിലും ലോക്സഭയിലും ഇതിനോടകം തന്നെ ചർച്ച പൂർത്തിയായി. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നീക്കം എന്താണ് എന്നുള്ളതാണ് അത് നിർണായകം. ഇന്നിപ്പോൾ ND മുന്നണി യോഗം ചേരുമ്പോഴായിരിക്കും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പ്രതിപക്ഷ മുന്നണി എത്തുക. പ്രത്യേകിച്ച് ബീഹാറിലെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിഷയം ചർച്ച ചെയ്യണമെന്നുള്ള ആവശ്യമായിരുന്നു. അതായത് ഓപ്പറേഷൻ സിന്ദൂർ പോലെ തന്നെ ബീഹാർ വോട്ടർ പട്ടിക വിവാദവും ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിരുന്ന ആവശ്യം. എന്നാൽ ഭരണപക്ഷം അതിനെ അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ബീഹാർ വോട്ടർ പട്ടിക വിവാദവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സഭാ നടപടികൾ തടസ്സപ്പെടുത്താനാകും പ്രതിപക്ഷം ശ്രമിക്കുക. കൃഷ്ണരാജ്.